സർബത്ത് അതാണ് വെള്ള സർബത്ത്. തേങ്ങയുടെ വെള്ളല്ലേ? തെങ്ങിനെ കണ്ടു. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ കള്ള് ഷാപ്പിൽ പോവാണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് കള്ള് ഷാപ്പിലേക്കാണ് കേട്ടോ. കൊടുവായൂരടുത്തുള്ള ഒരു കള്ള് ഷാപ്പിലേക്കാണ് പോകുന്നത്. ഫാമിലി ആയിട്ടൊക്കെ കുറേ ആൾക്കാർ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമുക്കൊന്ന് സാധിച്ചാലോ. ഷാപ്പിലേക്ക് പോകുമ്പോഴേ ആടിയിട്ടാണ് കേട്ടോ. ഇനി ഇറങ്ങുമ്പോൾ എന്താവും അവസ്ഥ നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നത് കാർഗിൽ കള്ള് ഷാപ്പിലേക്കാണ് കേട്ടോ, ചില്ലറക്കാരനല്ല. അപ്പം ഞങ്ങളങ്ങനെ അകത്തോട്ട് കയറി. ഇവിടെ ഒരു സൈഡിൽ തട്ടുകടയൊക്കെ കാണാനുണ്ട്. നമ്മൾ പിന്നെ ഫാമിലി ആയിട്ട് കള്ളടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. തെങ്ങിനെ കണ്ടു. എന്തായാലും വന്നതല്ലേ, സെറ്റപ്പായി ഗ്ലാസ്സിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചതല്ലേ, അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കള്ളടിക്കാൻ വേണ്ടി വന്നതൊന്നല്ല കേട്ടോ. ഇവിടെ അടിപൊളി ഫുഡുകൾ കിട്ടും. ബീഫ്, പിന്നെ ബീഫും കപ്പയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞണ്ടിറച്ചി ഉണ്ടായിരുന്നു, പിന്നെ പോർക്ക്, അങ്ങനെ കാട ഫ്രൈ. മൊത്തത്തിൽ സെറ്റപ്പായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ പൊതുവേ നമ്മൾ കള്ള് ഷാപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരിവ് പ്രതീക്ഷിച്ചിട്ടാണ് വരിക. അത്ര എരിവ് തോന്നിയില്ല, കുഴപ്പമില്ല. പിന്നെ നമുക്ക് തെങ്ങിൻ്റെ കള്ളായിരുന്നു കേട്ടോ അവർ തന്നത്. കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. ആരപ്പൻ്റെ ഇലയിൽ കിടക്കാൻ മത്സ്യകന്യകയോ ഏതാ കടത്താം. കാട ഫ്രൈ ആണ് കേട്ടോ. കാട ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു തലക്കുന്ന് തട്ടി തുടങ്ങി. എന്താണ് മക്കളെ ഇവിടെ പ്രഹസനം, വലിയ കാര്യമായിട്ട് ചേഴ്സൊക്കെ പറയുന്നുണ്ട്. ആര് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് ഏതാണ്ട് കഴിയാറായി തുടങ്ങി കേട്ടോ. പ്ലേറ്റൊക്കെ എല്ലാവരുടെയും കാലിയായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ തട്ടി മെല്ലെ ഷാപ്പിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് കേട്ടോ ഷാപ്പിൻ്റെ ഒരു വ്യൂ. ബാക്കിലൊക്കെ നല്ല പാടാണ്, നല്ല നല്ല പ്രകൃതി ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ സൈഡായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചേട്ടന്മാരങ്ങനെ സൈഡായിട്ട് അവിടെ പൊറോട്ടയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ മെല്ലെ അവിടെ നിന്ന് പോകുന്നു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു താമരപ്പാടം കാണാനുണ്ടായി. താമര ഇങ്ങനെ എന്താ പറയുക, പാടത്തിൻ്റെ ഒരു വക്കത്താണ്. താമര ഇങ്ങനെ പൂത്ത് ഒലഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. അങ്ങനെ ആരോ മീൻ പിടിക്കാൻ വെച്ച ചൂണ്ടലെടുത്തിട്ട് ഞങ്ങൾ എന്തായാലും 1-2 താമരപ്പൂ പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ ഭർത്താവ് താമരപ്പൂവും കൈകളിൽ ഏന്തി വരുന്നുണ്ട്. ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ചാല് കണ്ടപ്പോൾ കുറച്ച് നേരം മീൻ പിടിച്ചു. അങ്ങനെ നാട്ടിൽ വന്നത് മൊത്തത്തിൽ നമുക്കൊന്ന് കളറാക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നല്ലൊരു വെയിലത്തിരുന്ന് മീൻ പിടിച്ചു.
ആ അടുത്തിട്ട് 3 എണ്ണം. അച്ഛൻ പറഞ്ഞ വലിയ തോർത്ത് കൊണ്ടുപോകാൻ വലുത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ താറ് പറയണ്ടോ കിട്ടുന്നതാ മീനുകളാണെങ്കിലോ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ മീൻ പിടിച്ചാണ്ട് വലഞ്ഞ് നട്ടൊരു വെയിലത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.